സുഹൃത്തുക്കളെ, നമ്മുടെ ബൂത്ത് 4-ലെ ഒരു വോട്ടറായിട്ടുള്ള ചെറാമ്പുറത്ത് മരക്കാർ, അതാണ് എന്റെ കൂടെ നിൽക്കുന്നത്. ചെറാമ്പുറത്ത് മരക്കാരിന് ഇലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുള്ള ഒരേപോലത്തെ 2 കോപ്പികളാണിത്. ഇതില് ആദ്യ ഭാഗത്ത് ഇവിടെ നോക്കിയാൽ കാണാം, മരക്കാർ പേരുണ്ട്, അതുപോലെ അവരുടെ ക്രമ നമ്പർ, മറ്റു ഡീറ്റെയിൽസ്, നമ്മളെ വോട്ടർ ഐ ഡിയുടെ പ്രധാന ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിന്റഡ് ആണ്. ഇനി അതിന് താഴെ അദ്ദേഹത്തിന്റെ ജനന തീയതി ഈ ഭാഗത്ത് പൂരിപ്പിക്കണം. ആധാർ ഉണ്ടെങ്കിൽ ആ നമ്പർ, അത് നിർബന്ധമല്ല, പക്ഷെ എഴുതുന്നതാണ് ഉത്തമം. അതുപോലെ മൊബൈൽ നമ്പർ, വീട്ടിലെ കുടുംബത്തിലെ ആരുടെയെങ്കിലും ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായിട്ട് എഴുതണം. പിതാവിന്റെ പേര്, പിതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ അത് എഴുതാം, അല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ മാതാവിന്റെ പേര്, മാതാവിന്റെ എപ്പിക് നമ്പർ ലഭ്യമാണെങ്കിൽ എഴുതുക, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പിന്നെ ഭാര്യയുടെ പേര്, ഭാര്യയുടെ എപ്പിക് നമ്പർ. ഇതിൽ നമ്മൾ ഏതെങ്കിലും ഒരു എപ്പിക് നമ്പർ എഴുതുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മൾ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പേരുകൾ ക്രമത്തിൽ ഒരിടത്ത് വരാൻ വേണ്ടി ഏതെങ്കിലും ഒരംഗത്തിന്റെ പിതാവോ മാതാവോ ഭാര്യയോ ഒരാളുടെ എപ്പിക് നമ്പർ എഴുതൽ നിർബന്ധമാണ്. അതെല്ലാവരും ശ്രദ്ധിക്കുക. വോട്ടർ ഐ ഡിയിലുള്ള നമ്പറാണ് ഉദ്ദേശിച്ചത്. ഓക്കെ. ഇനി മരക്കാർ എന്ന് പറയുന്ന സുഹൃത്ത് 2002-ലെ വോട്ടർ പട്ടികയിൽ നിലവിലുണ്ട്. ഈ ഒരു ഭാഗമാണ് അതിനുവേണ്ടി നമ്മൾ പൂരിപ്പിക്കുന്നത്. ഇത് ഞാൻ തന്നെ നേരത്തെ പൂരിപ്പിച്ച് നിങ്ങൾക്ക് പരമാവധി നൽകുന്നതായിരിക്കും, ലഭ്യമായവ വെച്ചുകൊണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പേരെഴുതി, അദ്ദേഹത്തിന്റെ എപ്പിക് നമ്പർ അന്നുള്ളത് എഴുതി, അദ്ദേഹത്തിന്റെ ഉപ്പാന്റെ പേര്, ആ ബന്ധം, പിതാവ്, പിന്നെ മലപ്പുറം കേരള മങ്കട 041 അന്നത്തെ മങ്കടയുടെ നമ്പർ. നമ്മളെ വള്ളിക്കാപ്പറ്റ് AMLP സ്കൂളിന്റെ ബൂത്ത് നമ്പർ 88 അന്ന്, ക്രമ നമ്പർ 513. ഇത്രയും കാര്യം എഴുതി. അപ്പൊ നേരത്തെ 2002-ലെ വോട്ട് ആയതുകൊണ്ട് ഈ രണ്ടാമത്തെ ഭാഗം നമുക്ക് ബ്ലോക്ക് ചെയ്യാം, അതിന് ആവശ്യമില്ല. ഇനി അദ്ദേഹം ഇവിടെ പേരെഴുതി ഒപ്പിട്ടാൽ മാത്രം മതി. ഇനി ഇതേപോലെ നമ്മൾ നോക്കൂ, ഈ രണ്ടാമത്തെ ഈ ഷീറ്റും ബാക്കി പൂരിപ്പിക്കുക. ഇതേപോലെ തന്നെ പൂരിപ്പിക്കുക, ഒപ്പിട്ട് വെച്ച് ഒരു കോപ്പി അദ്ദേഹം കയ്യിൽ വെക്കുന്നു, ഒരു കോപ്പി എനിക്ക് തരുന്നു. അപ്പൊ അദ്ദേഹം കയ്യിൽ വെക്കുന്നതിൽ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്, അതാണ് റെസിപ്റ്റ് എന്ന് പറയുന്ന ഈ സാധനം. ഇതൊരിക്കലും കളയാൻ പാടില്ല. നമുക്ക് ഡിസംബർ 9-ാം തീയതി നമ്മുടെ കരട് വോട്ടർ പട്ടിക വരുമ്പോൾ അതിനകത്ത് ഈ പേരുണ്ടെങ്കിൽ ഓക്കെ ആയി, ഇല്ലെങ്കിൽ നമുക്ക് എന്താണ് കാരണം അന്വേഷിച്ച് ഹിയറിംഗ് ഒക്കെ നടത്തേണ്ടി വരും. അതുപോലെ ഇവിടെ ഫോട്ടോ ഒട്ടിക്കാൻ, ഇപ്പോൾ മരക്കാരന്റെ ഫോട്ടോ വളരെ ക്ലിയർ ആണ്, അതുകൊണ്ട് ഫോട്ടോന്റെ ആവശ്യമില്ല. ഇനി ഫോട്ടോ വളരെ പഴയതോ അല്ലെങ്കിൽ ബ്ലാക്ക് മൂടിക്കട്ടി ക്ലിയർ ആവാത്തതാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കാം. ഇത്രേ ആവശ്യമുള്ളൂ, ബാക്കി ഒരു ആശങ്കയും ആവശ്യമില്ല. ഇനി നമുക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയുടേത് നോക്കാം. അടുത്ത വോട്ടർ ഭാര്യയാണ്. ആ ഭാര്യയുടെയും ഇതേപോലെ റെജീന എന്ന് പേരെഴുതിയ ഭാഗം കാണാം. അതിന്റെ ഫസ്റ്റ് പാർട്ട് നിങ്ങൾ തന്നെ പൂരിപ്പിക്കുക. ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടിലുള്ള റെജീന ആൾറെഡി ഇവിടെ വോട്ടർ ആയതുകൊണ്ട് അത് ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഭാഗം തടഞ്ഞു വെച്ചു. അപ്പൊ അതിൽ ഇനി ഒന്നും ആശങ്കപ്പെടാനില്ല, അത് മാറ്റിവെക്കുന്നു. ഇനി നമുക്ക് നോക്കാം അദ്ദേഹത്തിന്റെ മകൻ അതിന്റെ പേര് ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽസ് എഴുതുന്നു. മകൻ 2002-ലെ വോട്ടർ അല്ല, ശ്രദ്ധിക്കുക, വോട്ടർ അല്ലാത്തതുകൊണ്ട് ഈ ഭാഗം ബ്ലോക്ക് ചെയ്തു. എന്നാൽ മകന്റെ പിതാവായിട്ടുള്ള മരക്കാർ, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മരക്കാർ, അദ്ദേഹത്തിന്റെ ബന്ധു ആയതുകൊണ്ട് അവിടെ മരക്കാർ, ആ മരക്കാറിന്റെ വോട്ടർ, പഴയ കാലത്തെ വോട്ടർ ഐ ഡി നമ്പർ, ആ മരക്കാറിന്റെ ബന്ധുവാണ് ആര്, അദ്ദേഹത്തിന്റെ പിതാവായ, അഥവാ ഈ നമ്മളിപ്പോഴത്തെ വോട്ടറുടെ വല്യുപ്പയാണ് മുഹമ്മദ് കുഞ്ഞാവ ഹാജി, അതെഴുതി, ആ ബന്ധം പിതാവ് എഴുതി, ഈ ഭാഗം പൂരിപ്പിച്ചു. അപ്പൊ ഇതും ലഭ്യമായവ ഞാൻ തന്നെ പൂരിപ്പിക്കും. അപ്പോൾ നമ്മുടെ പഴയ വള്ളിക്കാപ്പറ്റ ബൂത്ത് പ്രകാരമുള്ള ഭാഗം ലഭ്യമായത് ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ ഇവിടെ ഞാൻ പൂരിപ്പിക്കും. ലഭ്യമല്ലാത്ത നമ്മുടെ ബൂത്തിൽ അല്ലാത്ത ആളുടേത് നിങ്ങൾ ആ ഭാഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് പൂരിപ്പിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഒരു സംശയം ഇതിനകത്ത്, ഇയാള് ഇപ്പം പുതിയ വോട്ടർ പട്ടികയിൽ ഓൾറെഡി ഇപ്പം കേറും, ഈ ഡീറ്റെയിൽസ് ഇവിടെ ഒരു തടസ്സം, ഇവർക്ക് ഒരു ഡോക്യുമെന്റ് ആവശ്യമില്ല. ഇപ്പൊ ഈ മരക്കാര കുടുംബത്തിലെ 3 അംഗങ്ങളാണ് ഇപ്പൊ നിലവിൽ വോട്ടർമാരായിട്ടുള്ളത്. ഈ 3 അംഗങ്ങൾക്കും ഒരു വോട്ടർ ഐ ഡിയോ അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് നമ്മൾ പ്രത്യേകം സമർപ്പിക്കേണ്ടതില്ല. ജസ്റ്റ് പൂരിപ്പിച്ച് തന്നാൽ മാത്രം മതി. അതോടെ മിക്കവാറും അവര് അതിൽ പിന്നെ വോട്ടർമാരായിട്ട് വീണ്ടും ആഡ് ചെയ്യപ്പെടും. ഇതോടൊപ്പം തന്നെ ഇതിനകത്തൊന്നും ഇല്ല എങ്കിൽ, അതായത് ഇനി ഇല്ലായ്മ എന്ന് പറയുന്നത് ഒരു ഉദാഹരണം, ഇപ്പൊ മരക്കാര വീട്ടില് പിന്നെ അവരെ പെങ്ങളുണ്ട് എന്ന് കരുതും, അവരുടെ വോട്ടറായിട്ടുണ്ടായിരുന്നു സങ്കല്പിക്കുക. അപ്പൊ പെങ്ങളെ പേര് 2002-ലില്ല. അപ്പൊ ആ പെങ്ങളെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം ഇവിടെ വോട്ടർ ആണെങ്കിൽ മാത്രം, ഇപ്പൊ വോട്ടർ അല്ലല്ലോ. അങ്ങനെ ആളെ കേസ് ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ പരിചയപ്പെടുത്താം.
ഓക്കെ. അത്ര കേസ് ഇവിടെ മരക്കാര കുടുംബത്തിൽ അങ്ങനെ കേസ് ഇല്ല. പിന്നെ ഈ ഫോട്ടോ ഞങ്ങൾ രണ്ടാമത്തെ കൊടുക്കുന്ന ഫോട്ടോ നിർത്താം.